വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അതും 3 ചേരുവ ഉപയോഗിച്ചിട്ട് വീട്ടിലൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കോഫി ഫ്ലേവർ ഉള്ള പുഡിംഗ് ആണ്. നിങ്ങളൊരു കോഫി ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ കഴിക്കുന്ന കോപ്പിക്കോ ആ ഒരു ക്യാൻഡിയൊക്കെ ഇല്ലേ, ആ ഒരു മിഠായിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 ml ആണ്, അതായത് 3/4 ലിറ്റർ പാല്. ഇത്രയും പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഈ പാല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ പാലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. ഇതിലെ രണ്ടാമത്തെ ചേരുവ, അതായത് മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു ക്രം കാരമലിൻ്റെ പാക്കറ്റാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ 2 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ 1/2 ലിറ്റർ ഉണ്ടാക്കാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് 2 സാഷേ ഉണ്ടാവും. ഈ 2 സാഷയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പൗഡറുള്ള സാഷേ ഉണ്ട്, അതുപോലെ തന്നെ 2 കാരമൽ സിറപ്പുള്ള സാഷേ ഉണ്ട്. ഇത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഈ സമയം ഞാൻ പാല് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നെസ്കഫെ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോഫി ഫ്ലേവർ എത്രത്തോളം വേണോ അത്രയും നിങ്ങൾക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചൂടായിട്ടുള്ള പാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പാല് നന്നായിട്ട് തിളയ്ക്കണം എന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിലുള്ള എല്ലാ ഷുഗറും ഒക്കെ മെൽറ്റായിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മധുരം ഇടുക, ഓപ്ഷണലാണ്. എനിക്ക് കുറച്ചും കൂടെ മധുരമുള്ള പുഡിങ്ങാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കാരമൽ ആ ഒരു പുഡിങ്ങിൻ്റെ പാക്കറ്റിനകത്ത് മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ വെച്ച കാരമൽ സിറപ്പും സ്വീറ്റൻഡ് ആണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ കോഫി ഫ്ലേവർ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പുഡിങ് സെറ്റാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് കണ്ടെയ്നറാണ്. ചൂടുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ടും പറ്റും. ഇങ്ങനത്തെ കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്യാൻ ഈസിയാണ്. അതിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കോഫിയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ഇത് സെറ്റ് ആവാനായിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോൾ ഭാഗമൊക്കെ ഹാർഡായിട്ടുണ്ട്, ഒരു സൈഡൊക്കെ ഈസിലി വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മറിച്ചിടാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് പ്ലേറ്റിനകത്തേക്ക് മറിച്ചിടാനായിട്ട് പറ്റും. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഭയങ്കര സിൽക്കി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോവും, ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, അത്രയും ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ക്യാൻഡി ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കോപ്പിക്കോൻ്റെ ടേസ്റ്റാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, 2 മിനിറ്റ് തന്നെ വേണ്ടുള്ളൂ. ഇത് പിന്നെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനെ കൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.